Hello guys, welcome back to my YouTube channel. Always better. We could turn a sketch into a masterpiece. When you're here, I feel like I'm complete. Every day's a brighter day with you in my life. And every time we fall, we get back up again. ഞാൻ എൻ്റെ ചാനലിൽ വെൽക്കം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കുടയൊക്കെ ചൂടിയിട്ടായിരുന്നു. ബിക്കോസ് ഇവിടെ ഇപ്പോൾ ഒരു ടൈം 2:30 ആയിട്ടുണ്ട്. ഭയങ്കര വെയിലാണ്. ഇപ്പോൾ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് വെയിൽ. അതുകൊണ്ടാണ് ഞാൻ കുട മാറ്റി വെച്ചത്. അപ്പം ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ഷോപ്പിംഗ് പോവാം. വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല, ഭയങ്കര ചെറിയ ഷോപ്പിംഗാണ്. ബിക്കോസ് നമ്മുടെ ബേബിയുടെ നൂലുകെട്ടാണ്. ബേബിയുടെ നൂലുകെട്ട് വരുന്നത് ഒരു 3 ഡേയ്സാണ്. 3 to 4 ഡേയ്സേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഡ്രസ്സൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഓർത്തു ഓക്കെ, നമ്മളെപ്പോഴും പുതിയ ഡ്രസ്സ് ഇടുന്നു. ഞാനിപ്പം ഓർത്തു പഴയ ഡ്രസ്സ് തന്നെ ഇടാമെന്ന് ഓർത്തു. ബട്ട് ഞാനതിൽ കുറച്ച് ചേഞ്ചസ് വരുത്താമെന്ന് ഓർത്തു. എനിക്ക് ഓൾറെഡി ഞാൻ മധുരം വെപ്പിനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തീമെന്ന് പറയുന്നത് ലോട്ടസിൻ്റെ ഒരു തീമാണ്. അപ്പം ഒരു പിങ്ക് ആൻഡ് ഗോൾഡ് തീമാണ് എല്ലാവരും നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി എനിക്ക് മധുരം വെപ്പിന് നല്ല ഒരു ഹെവി ഡ്രസ്സ് ഞാൻ വാങ്ങിയതിരിപ്പുണ്ട്. ഇനി നമ്മളത് അങ്ങോട്ട് യൂസ് ചെയ്യത്തില്ല, ബിക്കോസ് അത് ഭയങ്കര ഹെവിയാണ്. അപ്പോൾ ഞാൻ ഓർത്തു സ്കേർട്ട് അതിടാം, ടോപ്പ് ചേഞ്ച് വരുത്താമെന്ന് ഓർത്തു. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പേസ്റ്റൽ തീമാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അതിന് പിങ്ക് ഒരു ടോപ്പ് എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാനിവിടെ നമ്മുടെ കോട്ടയം നർമ്മദയിൽ പോയിട്ട് മെറ്റീരിയൽ നോക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം അങ്ങോട്ടേക്ക് പോകണം. ദ തിങ് ഈസ്, എൻ്റെ ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വെറുതെ പറയുമല്ല, ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 2 years ആയിട്ടുണ്ട് ഞാൻ ബസ്സിൽ കയറിയിട്ട്. പണ്ടും ഞാൻ ബസ്സിൽ അധികം പോകത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഏത് നേരവും കാറിൽ നടക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, എനിക്ക് നടന്നു പോകാനാണ് കൂടുതൽ ഇഷ്ടം. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇങ്ങനെ വെറുതെ പാട്ടൊക്കെ കേട്ട് നടന്നു പോകുന്ന ഇഷ്ടം. അപ്പോൾ ഞാനോർത്ത് ഇന്നങ്ങോട്ടേക്ക് കുറച്ച് ദൂരമുണ്ട് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന്. അപ്പോൾ ഞാനോർത്തു ബസ്സിൽ പോവാം, അവിടെ പോയിട്ട് നമുക്ക് മെറ്റീരിയലൊക്കെ ചൂസ് ചെയ്യുന്നത് ഞാൻ കാണിക്കാമെന്ന് ഓർത്തു. ജസ്റ്റ് എ ഷോർട്ട് വീഡിയോ, അല്ലെങ്കിൽ ഒരു ചെറിയ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കിട്ടുമ്പോൾ എന്ത് സമാധാനം ഉണ്ടെന്നറിയോ ഈ പോണിറ്റെയിൽ കിട്ടുമ്പോൾ. ലൈക്ക് ഒന്നാമത് ഭയങ്കര ചൂട്, അതിൻ്റെ കൂടെ മുടി കൂടെ അഴിച്ചിട്ട് ഓൾമോസ്റ്റ് എൻ്റെ മുടിയെല്ലാം പോയി തീരാറായി. കാര്യം ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മുടി കല്യാണത്തിനുണ്ടായിരുന്നതിനേക്കാളും ഒരുപാട് പോയി. എന്നോട് കാണുമ്പോഴേ ആൾക്കാർ ചോദിക്കും എൻ്റെ മുടി മുഴുവൻ പോയല്ലോ. യെസ്, ശരിയാണ്, എൻ്റെ മുടി മുഴുവൻ പോയി. ബിക്കോസ് ഞാൻ ഹെയർ ഇപ്പം നന്നായിട്ട് കെയർ ചെയ്യുന്നില്ല. അപ്പം ഒരുപാട് ഞാൻ താമസിപ്പിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് 2-3 സ്ഥലത്തൂടെ പോകാനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ ഈ മെറ്റീരിയൽ, അപ്പോൾ ഞാൻ താമസിക്കുന്നില്ല. ബിക്കോസ് എന്നോട് പറഞ്ഞു എൻ്റെ ഷോപ്പിംഗ് കഴിയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു വിളിക്കുമെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ എന്നെ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഈ മെറ്റീരിയൽ എടുത്തിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യാൻ പിന്നെ എൻ്റെ മെറ്റീരിയൽ മാത്രമല്ല, ഓൾറെഡി ദേവുവിൻ്റെ വാങ്ങിയ മെറ്റീരിയൽ കൂടെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും ഒരേ സ്ഥലത്താണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി കൊടുത്തേക്കെന്ന് പറഞ്ഞു ഞാൻ പോകുമ്പോൾ. അപ്പോൾ ഇനി അത് വാങ്ങി ദേവുവിൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും മെറ്റീരിയലും നമുക്കവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഓൾറെഡി ദേവുവിനും സ്കേർട്ട് ഇരിപ്പുണ്ട്. അപ്പം ദേവുവിനുള്ളൊരു പിങ്ക് മെറ്റീരിയൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഷോപ്പിംഗ് പോകും. ഷോപ്പിംഗ് അല്ല, ചുമ്മാ എൻ്റെ കൂടെ വാ, നമുക്ക് എന്താണ് ഞാൻ ചൂസ് ചെയ്യുന്നതെന്ന് കാണാമല്ലോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഭയങ്കര വെയിൽ, എനിക്ക് അങ്ങോട്ട് നോക്കിയിട്ട് ഇവിടെ നടക്കാൻ പോലും തോന്നുന്നില്ല. നോക്ക്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് അത്ര വെയിലില്ല, പക്ഷേ അങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര വെയിലാണ്. എന്തായാലും നമുക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ബസ്സിൽ കയറി. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, നമ്മൾ ഷീമാട്ടിയുടെ അവിടെ ഇറങ്ങാൻ പോകുന്നത് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഷോപ്പിങ്ങിനെത്തി. ബട്ട് ദ തിങ് ഈസ്, എനിക്ക് 3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേബിയുടെ ഡ്രസ്സ് നോക്കലാണ്, നൂലുകെട്ടിന് വേണ്ടിയിട്ട്. ബേബിക്കും ചേട്ടനും ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീക്ക് ഇവിടെ വന്ന് ഷോപ്പ് ചെയ്തു. പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തപ്പോൾ ബേബിക്ക് വേണ്ടിയിട്ടുള്ള കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ തികഞ്ഞില്ല. ചേട്ടന് വേണ്ടി മാത്രമായിട്ടുള്ളായിരുന്നു. അപ്പം ആ സെയിം മെറ്റീരിയൽ ഞാനിവിടെ വന്ന് ചൂസ് ചെയ്യണം. എൻ്റെ കയ്യിൽ അകപ്പെട്ടുള്ളത് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ചെറിയൊരു പീസ് മാത്രമാണ്. അപ്പം ഞാൻ ഇത്ര ഇതിൽ നിന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ടാസ്ക്. അതിന് ശേഷം എൻ്റെ പിങ്ക് മെറ്റീരിയൽ തപ്പാൻ പോവാം. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, UK-യിലുള്ള ബ്രൈറ്റ് ചേട്ടനും ഫാമിലിയും അവർ നെക്സ്റ്റ് മന്ത് ഒരു വെഡ്ഡിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. അപ്പം അവരുടെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് കോർഡിനേഷൻ ഞാനാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള, ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ് കൂടെ ഞാൻ ഇന്ന് ചൂസ് ചെയ്യണം, ലൈക്ക് മെറ്റീരിയൽസ് ചൂസ് ചെയ്യണം. അപ്പോൾ ചേച്ചി കോളിലുണ്ടായിരുന്നു ഇത്ര നേരം. എനിക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടി. ബിക്കോസ് ഞാൻ ഇതാണ് എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ
ആരെങ്കിലും വരാതെ എനിക്ക് താഴത്തേക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും വരണം, വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അധികം തപ്പി നിൽക്കേണ്ടി വന്നില്ല. നമുക്ക് സെയിം മെറ്റീരിയൽ കിട്ടി. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇവിടെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഈ മെറ്റീരിയലായിരുന്നു നമുക്ക് ബേബിക്കും ചേട്ടനും കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മളെടുത്തത്. സെയിം തന്നെ കിട്ടി. ഇതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ബിക്കോസ് എൻ്റെ കയ്യിൽ ഈ ഒരു പീസ് മാത്രം വെച്ചിട്ടാണ് ഞാനിത് കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് തന്നെയാണെന്ന് തോന്നുന്നു. ബേബിക്കൊരു 1.5 മീറ്ററിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും ഇതെടുക്കാം. ബേബിയുടെ കാര്യം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എൻ്റെ ടോപ്പിന് വേണ്ടിയിട്ടുള്ള അലച്ചിലാണ്. അതെനിക്ക് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡിൽ വേണം എന്നാണ് ആഗ്രഹമുള്ളത്. ഇവിടെ കുറേ പേസ്റ്റൽ ഷെയ്ഡ് ഉണ്ട്. ബട്ട് എൻ്റെ സ്കേർട്ട് എൻ്റെ വീട്ടിൽ ഇരിക്കും. അതുകൊണ്ട് തന്നെ സ്കേർട്ട് ഏതാണ്ട് ഈ കളറാണ്, സെയിം ഒരു ഗോൾഡ് ആൻഡ് ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പറ്റുന്ന ഒരു പിങ്കിഷ് വേണം. അല്ല, ഇതാ കിട്ടി. ഇതല്ലേ സെയിം. ഇതെനിക്കൊരു 1.5 മീറ്റർ വേണം. സോ ഈ ചേച്ചിയാണ് എന്നെ ലാസ്റ്റ് ടൈം ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഈ ചേച്ചി തന്നെ വന്നു ഇന്നും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് ചൂസ് ചെയ്തത് ഇതാണ്. പക്ഷേ എനിക്കത് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടമായില്ല. മേ ബി ഞാൻ ഇതന്നെ ആയിരിക്കും ലാസ്റ്റ് ചൂസ് ചെയ്യുന്നത്. എന്നാലും നോക്കാം, ഇതാണോ അല്ലെങ്കിൽ ഇതിൽ നല്ല വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇപ്പോൾ ടോട്ടലി കൺഫ്യൂഷൻസ് ആയി. ലൈക്ക് ഐ ഗോട്ട് 3 ഷെയ്ഡ്സ് ഓഫ് പിങ്ക്. അറ്റ് ലാസ്റ്റ് ഐ ചൂസ് ദിസ് വൺ. എനിക്ക് ഇതാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത്, ലൈറ്റ് കളേഴ്സിൽ. ഇതാണ് എൻ്റെ സ്കേർട്ടിൻ്റെ കളർ. പക്ഷേ എൻ്റെ സ്കേർട്ട് കുറച്ചുകൂടെ ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഓർത്തു ഇതിൽ പോകാമെന്നോർത്തു. ഇനി ഇതിന് ഷോൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ എടുക്കില്ല. സോ ലെറ്റ്സ് സീ ഇതിന് ഷോൾ കിട്ടുമോ നോക്കാം. എനിക്കൊരു നെറ്റ് ഷോളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കിട്ടുമോ നോക്കാം. ഇത് നമ്മൾ ഓൾറെഡി എടുത്തുകൊണ്ട് പോയ മെറ്റീരിയലാണ്. ഇതിന് നമ്മൾ ഷോൾ തപ്പി വന്നു. ഈ ഷോൾ കഴിഞ്ഞ ദിവസം കിട്ടിയില്ല, പക്ഷേ ഈ ദിവസം നമുക്ക് ഷോൾ കിട്ടി. യെസ്. ഇനി ഇതും കൂടെ പെയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് തന്നെ എടുത്തെന്നിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഷോപ്പിംഗ് ഇന്ന് നടന്നില്ല. ഞാൻ എൻ്റെ ഓൾഡ് മെറ്റീരിയൽ വെച്ച് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ദിസ് ഈസ് ഫോർ ലിൻസി ചേച്ചി ആൻഡ് മിയ. അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതാണ് നമ്മൾ ഒരു സ്കേർട്ടിന് വേണ്ടി ചൂസ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ കോട്ടൺ സിൽക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് പിന്നെയും പോകും തോന്നുന്നല്ലേ? ഇല്ല ഇല്ല ഇല്ല, എല്ലാം ഏറ്റവും കൂടുതലും തോന്നിയത്. നമ്മളിപ്പോൾ കോട്ടൺ സിൽക്ക് എടുക്കാൻ നിൽക്കുന്നത്. ഇത് ബ്രൊക്കേഡ് ഓൾറെഡി നമ്മൾ സ്കേർട്ടിന് വേണ്ടി എടുത്തു. ഇനി ഇത് കണ്ടോ, നമ്മൾ ഷോളിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് 85 മീറ്ററിന് വരുന്നത്. ഞാനിവിടെ പരാഗിൽ വന്നപ്പോൾ ഞാൻ എന്താണോ നോക്കി നടന്ന ആ മെറ്റീരിയൽ എനിക്ക് കിട്ടി. ഇതാ, ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകം വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ എടുക്കാം നമുക്ക്. ഐ ലൈക്ക് ഇറ്റ്. നമ്മൾ തേടി നടന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാവില്ലേ? അതാണ്, ആ ഹാപ്പിനെസ്സാണ് എനിക്ക്. അപ്പോൾ അതും കൂടെ ഞാൻ പെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ എൻ്റെ ഹസ്ബൻഡ് വിളിക്കാൻ വന്നപ്പോൾ എനിക്ക് വേറൊരു സർപ്രൈസ്. ആശിഷും ഉണ്ട്, പക്ഷേ വേറൊരു സർപ്രൈസ് എന്താന്ന് പറഞ്ഞാൽ അഖിൽമ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ആ ഡ്രസ്സിൻ്റെ ഇടയ്ക്കിൽ ഒളിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു 2-3 ഡേയ്സിലേക്ക് അഖിൽ വന്നിരിക്കുകയാണ്. എന്താ മോനെ വരവിൻ്റെ ഉദ്ദേശം? ഞങ്ങൾ പോണ്ടിച്ചേരി ഒരു കല്യാണത്തിന് പോയതാണ്. പുറത്തു പിന്നെ എല്ലാവർക്കും സർപ്രൈസ്. അഖിലിന്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല. അഖിലിന്റെ വീട്ടിലും ഫുൾ സർപ്രൈസ് ആണോ? അതെ, പോലീസും സർപ്രൈസ്ഡ് ആയെന്നാ പറയുന്നേ. അശ്വിനെ ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ മെറ്റീരിയൽ ദേവുവിൻ്റെ മെറ്റീരിയലും സ്റ്റിച്ച് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേബിയുടെ മെറ്റീരിയലുമായിട്ട് ചങ്ങനാശ്ശേരിക്ക് പോകണം. അവിടെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ. ഏറ്റവും സന്തോഷമായി പറഞ്ഞാൽ ഞാൻ നർമ്മദയിൽ ഫുള്ള് തപ്പിയിട്ട് എനിക്ക് മെറ്റീരിയൽ ഒന്നും കിട്ടിയില്ല. പക്ഷേ പരാഗിൽ ലാസ്റ്റ് ചുമ്മാ ഒന്ന് കയറാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ വിചാരിച്ച ആ സെയിം സാധനം എനിക്ക് കിട്ടി. അപ്പം ഐ എം സോ ഹാപ്പി. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാകത്തില്ല. അതാണ്, ആ ഒരു ഹാപ്പിനെസ്സാണ് ഇപ്പോൾ എൻ്റെ ഫേസിൽ. ഇനി അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. ഇനി ആ സ്കേർട്ടായിട്ട് മാച്ചായി പോകുമെന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് എന്തായാലും മെറ്റീരിയൽ ഇഷ്ടമായി. ഞാൻ അത് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അല്ല, ഇപ്പം ഇവിടെ വേറൊരു ഡയലോഗ് വന്നു. ഞാൻ ഹാപ്പിനെസ് എന്ന് പറഞ്ഞപ്പോൾ ആശിഷ് പറയണം, ഓക്കെ അവരെ കണ്ട സന്തോഷമല്ല, എനിക്ക് എൻ്റെ ഡ്രസ്സ് മനസ്സിനാണെങ്കിൽ ഡ്രസ്സ് കിട്ടിയ എൻ്റെ ഹാപ്പിനെസ് ആണ്. രണ്ടും ഉണ്ട്. യെസ്, നമ്മളിവിടെ ബേബിയുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വന്നു. സോ ഞാനും ആഷും കൂടിയാണ് വന്നത്.
ബേബിയുടെ കുഞ്ഞുടുപ്പ് ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഈ അളവിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ബേബിയുടെ. ചിങ് ചിങ് ചി ചിങ്. ഇത് ഒരു ധോത്തിയും പിന്നെ ഇങ്ങനത്തെ ഒരു സ്ലീവ്ലെസ് ഒരു സെറ്റിൻ്റെ ഡ്രസ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പോവാം. ഇപ്പം നമ്മൾ ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകണം. ആക്ച്വലി ഞാനത് നോക്കുമ്പോഴാണ് അറിയുന്നത് എന്താ കവിള് ഭയങ്കരമായിട്ട്. ഞാനിപ്പോൾ എന്താണെന്ന് പറയുക, ഞാനിപ്പോൾ എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്ക് ഈ കവിള് വരും. അതെന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ അസൂയ ആരുടെ അടുത്താണെന്ന് അറിയുമോ? ഈ എത്ര കഴിച്ചാലും വണ്ണം വെക്കാത്ത ആൾക്കാരില്ല, അവരുടെ അടുത്ത് എനിക്ക് അസൂയാണ്. ബിക്കോസ് ഞാനൊരു വെള്ളം കുടിച്ചാൽ വരെ ഞാൻ വണ്ണം വെക്കും. ചിലപ്പോൾ എൻ്റെ ജീൻ അങ്ങനെ ആയിരിക്കാം. അതെ ആണ്, ബട്ട് സ്റ്റിൽ നോക്ക്. ഇപ്പം കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ നല്ല ജോലൈനൊക്കെ ഉണ്ടായിരുന്നു, പാട്ട് കിട്ടും ഒക്കെ. ആ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ ഓക്കെ നല്ല വണ്ണം കുറവായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 5 kgs കൂടി. ഓക്കെ, ഞാൻ ഓർത്ത് ഓക്കെ 5 kgs എന്തൊക്കെ, ഇതിനപ്പുറം ഞാൻ കൂടിയിട്ട് എനിക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് റിയാലിറ്റി എന്താന്ന് പറഞ്ഞാൽ ഇത് കുറയുന്നില്ല. ഞാൻ ജിമ്മിൽ പോയാലും ഞാൻ എന്ത് തേങ്ങ ചെയ്താലും ആ ഒരു കല്യാണത്തിൽ നിന്ന് ഇപ്പം ഞാനൊരു 3 to 4 kgs ആട്ടോ കൂട്ടിയിരിക്കും. പക്ഷെ എനിക്കത് ബാക്ക് ടു നോർമൽ ആക്കാൻ പറ്റുന്നില്ല. പിന്നെ എസ്പെഷ്യലി എൻ്റെ ഈ കവിളാണ്. ഈ കവിള് ഞാൻ എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല. മേ ബി അന്ന് ഇപ്പം നിറയെ ഫുഡ് കഴിക്കും. ഞാൻ ഭയങ്കര കൺട്രോൾ ചെയ്താണ് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. പക്ഷെ സ്റ്റിൽ എനിക്കറിയില്ല. ശിശു എന്നെ കൊണ്ട് മനഃപൂർവ്വം നമ്മൾ വണ്ടി ഓടിക്കാൻ പോവാണ്. അപ്പോട്ടെ റൈറ്റ്. അയ്യോ ചാക്കോ കേറ്റി. ഞാൻ സഞ്ചി ഇറക്കി. തേങ്ങയില്ല, നമ്മളിന്ന് പോകും. അടുത്ത അഖിലിനെ കൂടെ കയറ്റി. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ വെച്ച് ഓടിക്കാന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. ഞാൻ ഇങ്ങനെ പോവുള്ളൂ, നിരങ്ങി പോവുള്ളൂ. A few moments later. അപ്ഗ്രേഡ് ലെവൽ 2 പാട്ടിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഓക്കെ ഓക്കെ, നമ്മളുടെ കൂടെ വേറൊരു പാസഞ്ചർ കൂടെ ഉണ്ട്, അവരെ കൂടെ കാണിക്കണം. ഞാൻ അഖിലിനോട് എപ്പോഴും പറയായിരുന്നു, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് എനിക്ക് അഖിലിനെ വെച്ചൊന്ന് വണ്ടി ഓടിക്കണം. അഖിൽ ഹാപ്പി ആണോ? നാളെ അമലിനെ വെച്ചിട്ട് വണ്ടി ഓടിക്കണം. ആ കുടുംബത്തോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? വെട്ടിച്ചൊക്കെ പോകുന്നു. നമ്മൾ അശ്വിന്റെ കൂടെ അല്ലേ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അശ്വിൻ ഇങ്ങനെയൊക്കെയാ കാണിക്കുന്നത്. എനിക്കൊക്കെ പേടിയാണ്. അശ്വിൻ എങ്ങനെ ഓടിക്കുന്നേ? നീ എങ്ങനെ ഓടിക്കുന്നേ? അല്ല ഗൈസ്, അത് വ്യക്തി വൈരാഗ്യം എന്ന് പറയുന്നത് ആണ്. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഒന്ന് ഫ്രഷായി. ഞാൻ രാവിലെ ഒരു ടോസ്റ്റ് കഴിച്ചാണ്, അതിനുശേഷം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിപ്പോൾ നല്ല വിശക്കുന്നുണ്ട്. ഞാനങ്ങനെ രാത്രിയിൽ അങ്ങനെ ഹെവി ഫുഡ്സ് കഴിക്കാത്തവരാണ്. ഹെവി ഫുഡ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഞാൻ സാലഡ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുക. പക്ഷേ ഇന്ന് എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പം ഞാനോർത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡിലൊന്നാണ് ദോശയും സാമ്പാറും. അപ്പം ഞാൻ ഇവിടെ വന്നപ്പം ദോശമാവും ഇരിപ്പുണ്ട്, സാമ്പാറും ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ 2 ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം. പിന്നെ ഞാൻ മെയിൻലി രാത്രിയിൽ എന്നോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ പറയും ഓട്സിൻ്റെ കഞ്ഞിയാണ് കുടിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ഓട്സിൻ്റെ കഞ്ഞിയോ, അപ്പോൾ ഞാൻ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. മിക്ക ദിവസവും രാത്രിയിൽ ഇതാ ഈ സ്റ്റീൽ കട്ട്സ് ഓട്സിൻ്റെ കഞ്ഞിയായിരിക്കും കുടിക്കുന്നുണ്ടാവുക. ഇത് കുടിക്കുമ്പോൾ എന്താ വണ്ണം വെക്കില്ല. എനിക്കിതുവരെ വണ്ണം വെച്ചായിട്ട് ഫീലൊന്നും ആയിട്ടില്ല. വണ്ണം വെക്കില്ല എന്നാണ് തോന്നുന്നത്. സ്റ്റീൽ കട്ട് ഓട്സിൻ്റെ ഇത് അവൈലബിളാണ്. ഇതിൽ കുറച്ച് പയറും കഞ്ഞിയൊക്കെ ഇട്ട് നമ്മൾ നോർമൽ കഞ്ഞിയുടെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ചോറിൻ്റെ കഞ്ഞി കുടിക്കുക എന്ന് വെച്ചാൽ കഞ്ഞി കുടിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഇതാണ് കഴിക്കുന്നത്. ഇതാണ് കേട്ടോ മിക്ക ദിവസവും ഞാൻ കഴിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ലഞ്ചിനും ഇത് കഴിക്കും, ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഞാനൊന്നും അത്ര എക്സ്പേർട്ട് ആയിരുന്നില്ല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് വട്ടത്തിൽ വരാറുണ്ട്. ഓക്കേ, ഈ ദോശ ഇങ്ങനെ വലുതാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എൻ്റെ മമ്മി ദോശ മറിച്ചിടാൻ വേണ്ടി ഏൽപ്പിക്കുമായിരുന്നു. അതൊക്കെ മമ്മി ദോശ ഇങ്ങനെ മറിച്ചിടാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് എനിക്കെന്തോ ഭയങ്കര വലിയ ജോലിയാണ്. പിന്നെ വലിയ കുട്ടിയായി എന്നുള്ളൊരു തോന്നലൊക്കെ കിട്ടത്തില്ലേ? നമ്മളെ കിച്ചൺ ഡ്യൂട്ടീസിൽ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് ഞാൻ ഭയങ്കരമായിട്ട് കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൊച്ചൊന്നും അല്ല. എൻ്റെ മമ്മിയോട് ചോദിച്ചാൽ അറിയാം സത്യാവസ്ഥ.
ഞാൻ അങ്ങനെ കിച്ചണിൽ കയറാൻ ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ യു കെയിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിച്ചണിൽ കയറണം, കുക്ക് ചെയ്യണം എന്നൊക്കെ തോന്നിയത്. ബാക്കിയുള്ളവരൊക്കെ വേറെ പ്ലേറ്റിൽ കഴിച്ചാലും എനിക്ക് ഈ പ്ലേറ്റിൽ കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഇതിന് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു സ്റ്റോറി ഉണ്ട്. ഞാൻ പറയും, എപ്പോഴും എല്ലാവരും പറയും ഓക്കെ ഞാൻ എന്ത് പറഞ്ഞാലും അതിൽ സ്റ്റോറീസ് കണക്ട് ചെയ്ത് പറയുന്ന ഒരാളാണെന്ന്. എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കുമ്പോൾ എനിക്കും അനിയനും ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകും മമ്മി. അപ്പം ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ കിട്ടുന്ന പ്ലേറ്റ് ഇതേപോലെയുള്ളതാണ്. അപ്പം ഇത് കാണുമ്പോൾ ഓ മൈ ഗോഡ്, ഇത് കാണുമ്പോൾ എനിക്ക് അപ്പം ഇങ്ങനത്തെ പ്ലേറ്റ് കാണുമ്പോൾ എനിക്കും അനിയനും ഭയങ്കര ക്യൂരിയോസിറ്റി. ഓക്കെ നമ്മുടെ വീട്ടിൽ പ്ലേറ്റ് റൗണ്ടാണ്, ഇതാകുമ്പോൾ നമുക്ക് കറികളെല്ലാം ഇടാം, ചോറ് കഴിക്കാം. അങ്ങനെ മമ്മി എനിക്കും അനിയനും പപ്പയുടെ സാലറി വന്നപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടത് ഒരു മാസം ഇത് വാങ്ങിത്തരാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു മാസം ഈ പ്ലേറ്റ് വാങ്ങി തന്നു. പിന്നെ അതിൽ ഫുഡ് കഴിക്കാനുള്ള ബഹളമായിരിക്കും. ബിക്കോസ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ഇതിൽ വന്നിട്ട്. ഇപ്പം എൻ്റെ അനിയൻ അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ക്ലിയർ കട്ടായിട്ട് ഓർമ്മയുണ്ട്, ഈ പ്ലേറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും ലഞ്ചിന് വേണ്ടിയിട്ട്. സ്കൂളിൽ കൊണ്ടുവന്നതിനേക്കാളും കൂടുതൽ വീട്ടിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അന്ന് തൊട്ട് ഇപ്പോഴും സ്റ്റിൽ ഈ പ്ലേറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇവിടെ വന്നപ്പോഴും വാങ്ങിച്ചു, യു കെയിലുണ്ടായിരുന്നപ്പോഴും എല്ലാം എനിക്ക് ഈ പ്ലേറ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതിൽ കഴിക്കുന്ന എന്തോ എനിക്കിഷ്ടമാണ്, എന്തോ ഒരു നൊക്ലാജിക് ഫീൽ. എൻ്റെ ചെറുതിലോട്ടുള്ള വേറൊരു കാര്യം എനിക്ക് പറയാതുണ്ടെന്നുള്ള എൻ്റെ ചെറുതിലെ വീട്ടിലെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഒന്നെങ്കിൽ ബുക്ക് വായിക്കണം ചെറുതായിരുന്നപ്പോൾ. ഇപ്പോഴായിരുന്നെങ്കിൽ ഫോൺ നോക്കി എനിക്ക് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ടി വി കാണണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. ഐ നോ അത് കൊള്ളാത്ത സ്വഭാവമാണ്, ബാഡ് ഹാബിറ്റാണെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാനങ്ങനെ ശീലിച്ചു പോയി. എൻ്റെ കൂടെ ആരെങ്കിലും ഫുഡ് കഴിക്കാൻ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഞാൻ ഫോൺ എടുക്കത്ത് പോലുമില്ല, അല്ലെങ്കിൽ ബുക്കോ ഒന്നും വായിക്കില്ല. ഞാൻ അവരോട് സംസാരിക്കും, ഭയങ്കരമായിട്ടിരുന്ന് അവരുടെ കൂടെ ഇരുന്ന് ഇൻവോൾവ് ആയിട്ടിരുന്ന് കഴിക്കും. പക്ഷേ ഞാൻ എപ്പോഴാണോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എനിക്ക് ബുക്കോ ഫോണോ ടി വിയോ ഇല്ലാണ്ട് പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ട്. മാറ്റണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തോന്നുന്നതായിരിക്കാം. എന്തെല്ലാം കഴിച്ചിട്ട് വരാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ഹാഫ് ഉറക്കത്തിലായി. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പെട്ടെന്ന് ചേട്ടൻ എണീറ്റ് അയ്യോ ഞാൻ ക്ലോസ് ചെയ്തില്ലല്ലോ എൻ്റെ വീഡിയോ. ഓക്കെ, എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ദിസ് ഈസ് തെരീസ സൈനിങ് ഔട്ട്.